കേരള നിയമസഭയിൽ ഇന്ന് അസാധാരണമായൊരു നടപടിയുണ്ടായി. തദ്ദേശ സ്ഥാപന വാർഡ് വിഭജന ബിൽ ചർച്ചകൾ കൂടാതെ നിയമസഭ പാസാക്കി കളഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ 5 മിനിറ്റ് കൊണ്ടാണ് ബില്ല് പാസാക്കിയെടുത്തത്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാം എന്ന അജണ്ട ഭേദഗതി ചെയ്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടപടി. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് പുനർനിർണയം പൂർത്തിയാക്കാനാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ ഒപ്പിട്ടില്ല. ഇതോടെ നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനായിരുന്നു അജണ്ട. എന്നാൽ ബാർക്കോഴ വിഷയമുയർത്തി പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു. ഇതിനിടെ വാർഡ് വിഭജന ബില്ല് പാസാക്കി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള തീരുമാനം ഭേദഗതി ചെയ്താണ് ബില്ല് പാസാക്കിയത്. അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള തീരുമാനം ഭേദഗതി ചെയ്യാറുള്ളത്. പ്രതിപക്ഷത്തിന് ചർച്ചയ്ക്ക് താൽപര്യമില്ലായിരുന്നു എന്നാണ് മന്ത്രി എം ബി രാജേഷിന്റെ വിശദീകരണം. ഞങ്ങൾ പ്രതിപക്ഷത്തോട് സംസാരിച്ചു, അവർ തയ്യാറായിരുന്നില്ല. ചർച്ചയ്ക്ക് പൂർണ്ണമായും സർക്കാർ തയ്യാറായിരുന്നു. രണ്ട് കാര്യം, അത് അല്ല, സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടുന്നതിന് പോലും പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസാക്കിയ ഒരു ബില്ലാണ് എന്നതായിരിക്കാം കാരണം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമായ ബില്ലാണ് ചർച്ച കൂടാതെ പാസാക്കിയത്. 24 തിരുവനന്തപുരം.